ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള വളരെ ബേസിക് ആയ കാര്യമാണ് അതിലെ IUPAC നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ IUPAC നോമൻക്ലേച്ചറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളെയുമാണ് മക്കളെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് +1 കെമിസ്ട്രിയിൽ ആവശ്യമുള്ളത് അല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അവരുടെ നെയിമിംഗ് എന്ന് പറയുന്നത്, പേര് കൊടുക്കുക എന്ന് പറയുന്നത്. അതെങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ലട മക്കളെ, ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിങ്ങും അതുപോലെ തന്നെ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ പഠിക്കാതെ നമ്മൾക്ക് ഈ 2 ചാപ്റ്ററും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ആ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ് മക്കളെ. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ 3 ആൾക്കാരെ കുറിച്ചാണ്. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് 3 ആളുകൾ ആരൊക്കെയെന്നറിയോ? ഒന്ന് ആൽക്കെയിൻ ആണ്, ആൽക്കെയിൻ. 2 ആൽക്കീനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 3 ആൽക്കൈനിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആരാണ് ആൽക്കെയിൻ എന്ന് ചോദിച്ചാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുള്ള ആളുകളെയാണ് നിങ്ങൾ ആൽക്കെയിൻ എന്ന് വിളിക്കുക. കാർബൺ കാർബണിന്റെ അടിയിൽ ഡബിൾ ബോണ്ടുള്ള ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ എന്ന് വിളിക്കുക. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈന്. ആരാ? ആൽക്കൈന് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ആൽക്കീന് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ആൽക്കൈന് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ്. ഇനി ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല എന്താന്ന് ചോദിച്ചാൽ CnH2n+2. ആൽക്കീനിന്റെ ജനറൽ ഫോർമുല ചോദിച്ചാൽ അത് CnH2n ആണ്. ആൽക്കൈൻ ആണെങ്കിൽ അവരുടെ ജനറൽ ഫോർമുല CnH2n-2. പഠിക്കണേ മക്കളെ, ആൽക്കൈന് CnH2n+2 ആണ്, ആൽക്കീന് CnH2n ആണ്, ആൽക്കൈന് CnH2n-2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് കാര്യമാണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ നോമൻക്ലേച്ചറിൽ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനനുസരിച്ച് വേർഡ് റൂട്ടുകൾ പഠിച്ചു വെക്കണം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനനുസരിച്ച് എന്ത് പഠിക്കണം മക്കളെ? വേർഡ് റൂട്ടുകൾ പഠിക്കണം. കാർബൺ ആറ്റം 1 ആണെങ്കിൽ നിങ്ങളുടെ വേർഡ് റൂട്ടാണ് മെത്ത്. കാർബൺ ആറ്റം 2 ആണെങ്കിൽ നിങ്ങളുടെ വേർഡ് റൂട്ട് എത്ത്. 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ അത് ഒക്റ്റാണ്, 9 ആണെങ്കിൽ നണ്ണാണ്, 10 ആണെങ്കിൽ അത് ഡെക്കാണ്. മക്കളെ, വേർഡ് റൂട്ടും അതുപോലെ തന്നെ കാർബണിന്റെ എണ്ണവും. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നണ്ണ്, 10 ഡെക്ക്. ഈ വേർഡ് റൂട്ടും കാർബണിന്റെ എണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, വേർഡ് റൂട്ടും അതുപോലെ തന്നെ കാർബണിന്റെ എണ്ണവും ഫസ്റ്റ് നെയിമിങ്ങിൽ ആവശ്യമുള്ള ആൾ. ഇനി നെയിമിങ്ങിൽ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിന്റെ ലാസ്റ്റ് നിങ്ങൾ ANE എന്ന് ചേർക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE എന്ന് ചേർക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് YNE എന്ന് ചേർക്കും. പഠിക്കണേ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നിങ്ങൾ നെയിമിന്റെ ലാസ്റ്റ് ചേർക്കേണ്ടത് അത് YNE എന്നാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അടിപൊളിയാണ്. ഇനി ശ്രദ്ധിക്കടാ, എപ്പോഴും കാർബണിന്റെ ചെയിന് മാത്രമല്ല ഉണ്ടാവുക, അതിന്റെ മുകളിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരാം. ഫോർ എക്സാമ്പിൾ OH ബ്രോമിൻ പോലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരു ചെയിനിന് മുകളിൽ വരാം. ഇനി അല്ല, ചെയിനിന് മുകളിൽ കാർബൺ അടങ്ങിയ CH3 CH2 പോലുള്ള ആളുകൾ കയറി വരികയാണെങ്കിൽ അതിനെ നിങ്ങൾ ബ്രാഞ്ച് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക?
ബ്രാഞ്ച്. അപ്പോൾ ഒരു ലീനിയർ ചെയിനിന് മുകളിൽ എപ്പോഴും സ്ട്രൈറ്റ് ചെയിൻ ആവണമെന്നില്ല, അതിൻ്റെ മുകളിൽ ബ്രാഞ്ചുകളും അതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മക്കളെ, ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്രാഞ്ച് വരുമ്പോൾ ഇത്ര പഠിച്ചാൽ മതി. ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണെങ്കിൽ നിങ്ങൾ അതിനെ മീഥൈൽ എന്ന് വിളിക്കും. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ നിങ്ങൾ വിളിക്കുന്ന പേര് മീഥൈൽ എന്ന. 2 കാർബണുള്ള ബ്രാഞ്ചിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഈഥൈൽ എന്നാണ്. 3 കാർബണുള്ള ബ്രാഞ്ചിനെ നിങ്ങൾ വിളിക്കുക പ്രൊപ്പൈൽ എന്നാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ബ്രാഞ്ചിന്റെ പേരിന്റെ കൂടെ നിങ്ങൾ ചേർക്കേണ്ടത് YL എന്ന് പറയുന്ന ടേമാണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? 1 കാർബൺ ആണെങ്കിൽ അത് മീഥൈല, 2 കാർബൺ ആണെങ്കിൽ അത് ഈഥൈല, 3 കാർബൺ ആണെങ്കിൽ അത് പ്രൊപ്പൈൽ എക്സെട്ര. അങ്ങനെ ബ്രാഞ്ചിന്റെ പേര് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഇനി എല്ലാ കുട്ടികൾക്കും ഡൗട്ടുള്ള ഒരാളാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്. എടാ, ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ സാറ് ഒരു ടേബിൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എടാ, ഈ ടേബിൾ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പുകൾ സാർ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പഠിച്ചോ. നിങ്ങൾ ഹാലൈഡ്സ് പഠിക്കണം. ഹാലജൻ ഗ്രൂപ്പ് എക്സ് ഗ്രൂപ്പാണ്. അത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ പോലുള്ള ആളുകളാവാം. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ പേരിന് മുമ്പിൽ കൊടുക്കേണ്ട ടേമാണ് പ്രിഫിക്സ്, ലാസ്റ്റ് കൊടുക്കേണ്ട ടേമാണ് സഫിക്സ്. എന്താടാ പേരിന് മുമ്പിൽ കൊടുക്കേണ്ടത് പ്രിഫിക്സ്, പേരിന്റെ ലാസ്റ്റ് കൊടുക്കേണ്ടത് സഫിക്സ്. അപ്പൊ നോക്കടാ, പ്രിഫിക്സ് ആയിട്ട് മാത്രമേ ഹാലജൻസ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഹാലോ എന്നാ കൊടുക്കേണ്ടത്. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ എന്ന് കൊടുക്കുക, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ എന്ന് ആ രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇനി OH ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ പ്രിഫിക്സ് ആയി കൊടുക്കുകയാണെങ്കിൽ ഹൈഡ്രോക്സി എന്ന് വിളിക്കും. ലാസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഓൾ എന്ന് കൊടുക്കണം. ആൽഡിഹൈഡ് CHO ആണെങ്കിൽ ഫോർമൈൽ അല്ലെങ്കിൽ ഓക്സോ എന്ന് വിളിക്കാം. സഫിക്സ് ആയിട്ട് ആൾ AL എന്നാണ് കൊടുക്കേണ്ടത്. കീറ്റോൺ ആണെങ്കിൽ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പാണ്, അതിനെ നിങ്ങൾ ഓക്സോ എന്നാണ് വിളിക്കുക. ഇനി ഓൺ എന്നാണ് പേര് കൊടുക്കേണ്ടത്. CN ആണെങ്കിൽ അത് നൈട്രിൽ ഗ്രൂപ്പാണ്, അത് സയനോ എന്നാണ് നിങ്ങൾ പ്രിഫിക്സ് ആണെങ്കിൽ പേര് കൊടുക്കുക, നൈട്രിൽ എന്നാണ് നിങ്ങൾ സഫിക്സ് ആണെങ്കിൽ പേര് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണേ മക്കളെ. ആൽക്കഹോൾ ആണെങ്കിൽ അത് OH ഗ്രൂപ്പ് ആയിരിക്കും, അത് പ്രിഫിക്സ് ആയി കൊടുക്കുകയാണെങ്കിൽ ഹൈഡ്രോക്സി എന്നാ കൊടുക്കുക, ഓൾ എന്നാണ് ലാസ്റ്റ് ആണെങ്കിൽ കൊടുക്കുക. എപ്പോഴാ പ്രിഫിക്സ് ഒക്കെ കൊടുക്കേണ്ടത് സാറ് പറഞ്ഞുതരാം. ഇനി CHO ഗ്രൂപ്പ് ഫോർമൈൽ ആൾ എന്നാ കൊടുക്കുക, CO ഗ്രൂപ്പ് ഓക്സോ ഓൺ എന്നാ കൊടുക്കുക, നൈട്രിൽ CN സയനോ നൈട്രിൽ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രിഫിക്സ് ആയിട്ടും പേര് കൊടുക്കാൻ പറ്റും, സഫിക്സ് ആയിട്ടും പേര് കൊടുക്കാൻ പറ്റും. എപ്പോ എന്നറിയോ? ശ്രദ്ധിച്ചോടാ. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ, എല്ലാവരും നോക്കണേ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി കൂടുതലാണെങ്കിൽ അയാളെ നിങ്ങൾ എന്തായിട്ടാ കൊടുക്കേണ്ടതെന്ന് അറിയോ? പ്രയോറിറ്റി കൂടുതലാണെങ്കിൽ അയാളെ നിങ്ങൾ സഫിക്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൂടുതലാണെങ്കിൽ അയാളെ നിങ്ങൾ സഫിക്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ പ്രയോറിറ്റി കുറഞ്ഞ ആളുകളെ പ്രിഫിക്സ് ആയിട്ട് കൊടുക്കണം. ഇനി എങ്ങനെ പ്രയോറിറ്റി കാണാന്നൊക്കെ സാറ് പറഞ്ഞുതരാം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിങ്ങൾ പഠിക്കേണ്ട ആളുകൾ ഇത്ര. ഇനിയും കുറച്ച് ആളുകളുണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഈതർ ആണെങ്കിൽ അതിന് നിങ്ങൾ ആൽക്കോക്സി എന്നാണ് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുക, അത് സഫിക്സ് ആയിട്ട് വരൂല. ഇനി കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആണ്, അതിന് നിങ്ങൾ പ്രിഫിക്സ് ആണെങ്കിൽ കാർബോക്സി എന്നും സഫിക്സ് ആണെങ്കിൽ ഓയിക് ആസിഡ് എന്നുമാണ് കൊടുക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. അമിനോ ഗ്രൂപ്പും ഒന്ന് പഠിച്ചു വെച്ചോ. അമൈൻസ് ആണെങ്കിൽ NH2 ഗ്രൂപ്പാണ്, അത് അമിനോ അല്ലെങ്കിൽ അമൈൻ എന്നാണ് കൊടുക്കേണ്ടത്. നൈട്രോ ഗ്രൂപ്പ് ആണെങ്കിൽ അത് NO2 ആണ്, അത് നൈട്രോ എന്നാണ് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുക, സഫിക്സ് ആയിട്ട് വരൂല. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോൺ, നൈട്രിൽ, പിന്നെ ഈതേഴ്സ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, നൈട്രോ കോമ്പൗണ്ട്സ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ മക്കളെ ഞാൻ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേരും
അത് പ്രിഫിക്സ് ആയി വന്നാൽ എന്താണ് നെയിം, സഫിക്സ് ആയി വന്നാൽ എന്താണ് നെയിം എന്നുള്ള കാര്യം കൂടി മക്കളെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് കാര്യം ഇവിടെ എനിക്ക് പറയാനുള്ളത് പ്രയോറിറ്റി ഓർഡറാ. എങ്ങനെയാ സാറേ പ്രയോറിറ്റി ഓർഡർ എഴുതുക? എടാ, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആള് അത് COOH ഗ്രൂപ്പാണ്. പിന്നെ SO3H, COO6, COCl, CONH2, CN, പിന്നെ CHO, CO, OH, NH2, പിന്നെ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. നോക്കടാ, ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്, ലാസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. അപ്പൊ പ്രയോറിറ്റി ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം മക്കളെ. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്, ലാസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. ഇതിലെല്ലാ പ്രയോറിറ്റിയും കൂടി ഒന്നും പഠിക്കണ്ട. COOH പഠിക്കുക, അത് കഴിഞ്ഞാൽ വരുന്നത് SO3H ആണെന്നൊന്ന് പഠിക്കുക, അത് കഴിഞ്ഞാൽ വരുന്നത് CN ഒന്ന് പഠിച്ചു വെക്കുക, പിന്നെ CHO ഗ്രൂപ്പ് ഒന്ന് പഠിച്ചു വെക്കുക, CO ഗ്രൂപ്പ് ഒന്ന് പഠിക്കുക, OH, NH2, ഡബിൾ ബോണ്ട്. ഇവിടെ C ഉണ്ട്, ആ C ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡബിൾ ബോണ്ട്, പിന്നെ ട്രിപ്പിൾ ബോണ്ട്. ഇത്രയും ആളുകളെ ഒന്ന് പഠിച്ചു വെക്കണം. ഇതൊന്നും നിർബന്ധമുള്ള ഗ്രൂപ്പുകളല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളോട് പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന പ്രയോറിറ്റി ഓർഡർ ആണ് സാറേ ഈ പറയുന്നത്. അപ്പൊ COOHും SO3Hും ഒരു ചെയിനിന് മുകളിൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആർക്കാ? COOHനാ. അപ്പൊ അയാൾക്കനുസരിച്ച് വേണം നിങ്ങൾ നമ്പർ കൊടുക്കാനും. അയാൾക്ക് പ്രയോറിറ്റി കൂടിയത് കൊണ്ട് അയാളുടെ പേര് സഫിക്സിൽ വേണം എഴുതാൻ. കാരണം ഞാൻ പഠിപ്പിച്ചു, ആർക്കാണോ പ്രയോറിറ്റി കൂടുതൽ അയാളുടെ പേര് സഫിക്സിൽ എഴുതണം. ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് സാർ ഒരിക്കലും ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നൊന്നുമില്ല, ജസ്റ്റ് ബേസിക് ആയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കടക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ നെയിമിങ്ങിനുമായി ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം സാറ് പറഞ്ഞു തന്നു. ഇനി നമ്മുടെ ചാപ്റ്ററുകളൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2 ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റർ നമ്മൾ A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങൾ അറിഞ്ഞാലേ ഇനി ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റൂ മക്കളെ. റെഡിയാക്കി സെറ്റാക്കി വെക്കണേ.